കെട്ടിക്കണില്ല, സച്ചു നമ്മള് വെറുതെ ഞങ്ങൾ തന്നെ കുറേ നാൾക്ക് ശേഷം ഒന്ന് ട്രിപ്പ് പോകാം കേട്ടോ. ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊന്ന് ബോട്ടിങ്ങിന് പോവാണേ. ആക്ച്വലി ഞങ്ങൾ പണ്ട് സ്ഥിരമായിട്ട് പോകാറുള്ളതാണ് കേട്ടോ. ഓൾമോസ്റ്റ് നമ്മൾ സ്ഥിരമൊന്നല്ല, എന്നാൽ നമ്മൾ മിക്കപ്പോഴും പോകാറുണ്ടായിരുന്നേ. പക്ഷെ അന്ന് നമുക്ക് ചാനലും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ചാനൽ തുടങ്ങിക്കാൻ പിന്നെ ബോട്ടിങ്ങിന് പോയിട്ടുമില്ല. അപ്പോൾ ഇപ്പോൾ പിന്നെ കുറേ ആയിട്ട് കൊറോണ ആയതുകൊണ്ട് പോകാനും വരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ആ ബോട്ട് സർവീസ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് കുറച്ചൊക്കെ ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാമെന്ന് വിചാരിക്കുകയാണ്. സോ ഞങ്ങളിപ്പോൾ ഇവിടെ ഇറങ്ങി. സച്ചു ആ തൊപ്പിയൊക്കെ വെച്ചിട്ടല്ല, എനിക്കാണ് തൊപ്പി. ഞങ്ങൾ തൊപ്പിയൊക്കെ വെച്ചിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് ഭയങ്കര ചിൽ മൂഡിൽ നിൽക്കുകയാണേ. അപ്പോൾ ഞങ്ങൾ പോയിട്ട് അടിച്ചു പൊളിക്കട്ടെ. ഞങ്ങൾ അങ്ങനെ ഉമ്മച്ചിയുടെ വീട്ടിലോട്ട് പോകാൻ കേട്ടോ. അപ്പോൾ ഇവിടെ ഉള്ളവരെയൊക്കെ റെഡിയാക്കിയിട്ട് വേണം കേട്ടോ നമുക്ക് പോകാനായിട്ട്. അപ്പോൾ ഇതുവരെ റെഡി ആയിട്ടില്ലാന്ന് തോന്നുന്നു. ഇനി വേഗം പോയിട്ട് അവരെയൊക്കെ റെഡിയാക്കി സെറ്റാക്കട്ടെ. അങ്ങനെ ഞങ്ങളിതാ റെഡി ആയിട്ടോ. സേബായെല്ലാം ഒരുക്കി ഇതാ റെഡിയാക്കി കുട്ടപ്പിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ബോട്ട് പുറകെ കിടപ്പുണ്ട്. ഈ ബോട്ടിലാണ് നമ്മൾ പോകാൻ പോണേ. അപ്പോൾ എല്ലാവരും ബോട്ടിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും പോയി ബോട്ടിൽ കയറട്ടെ. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ വേമ്പനാട്ട് കായലിലോട്ടാണ് കേട്ടോ പോണേ. വേമ്പനാട്ട് കായലൊക്കെ ഒന്ന് കറങ്ങി നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാവേ. അധികം ബോട്ട്സ് ഒന്നും ഇല്ല കേട്ടോ. ബോട്ടൊക്കെ സ്റ്റാർട്ടിങ് ആവുന്നേ ഉള്ളൂ, ബോട്ട് സർവീസൊക്കെ. അല്ലാണ്ട് നമ്മുടെ മറ്റേ ബോട്ട് എന്താ പറയുക, പാസഞ്ചർ ബോട്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അല്ലാണ്ട് നമ്മുടെ ഈ ടൂറിസ്റ്റ് ബോട്ട്സ് ഒക്കെ ഇപ്പോൾ സർവീസ് തുടങ്ങി വരുന്നേ ഉള്ളേ. കൊള്ളാവാ ബോട്ട് ഇഷ്ടമായ കൊള്ളാന്ന് പറഞ്ഞേ. ഹായ്. ഇവ ചെറുതായിരുന്നപ്പോൾ നമ്മൾ വന്നിട്ടുണ്ടെന്ന് തോന്നട്ടോ. ഇവ വന്നിട്ടുണ്ട് ഇവ ബോട്ടില്. എപ്പോ 2-3 ദിവസം എന്ത് ചോദിച്ചാൽ 2-3 ദിവസമാണ്. ഇപ്പൊ ചെറുതായിരുന്നപ്പോൾ എങ്ങാണ്ട് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ. അതേ നമ്മൾ കുറേ ആയി ഇപ്പൊ ബോട്ടിങ്ങിനൊന്നും വരാറൊന്നുമില്ല. നമ്മളിപ്പോൾ ഉള്ളത് പുന്നമട കായലാണ്. അതാ ഈ സൈഡിൽ കാണുന്നത് നെഹ്റു ട്രോഫി എന്താ പറയാ ബോട്ട് റേസിന്റെ ഫിനിഷിംഗ് പോയിന്റ് ആട്ടോ. അതാ അവിടെ ഇവിടേക്ക് ഫുള്ള് ഹൗസ് ബോട്ടുകളൊക്കെ കേട്ടോ. നമ്മുടെ പുറകിലൊക്കെ കണ്ടില്ലേ, കുറേ ഉണ്ട് കേട്ടോ ഹൗസ് ബോട്ടുകളൊക്കെ. ഇപ്പോൾ എന്താ പറയുക സർവീസ് തുടങ്ങി വരുന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാം ഇങ്ങനെ അനങ്ങാണ്ട് കിടക്കുകയാണ്. ഞങ്ങൾ കുറച്ച് ചിപ്സ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണേ. ഇവിടെ നിങ്ങളുടെയൊക്കെ നല്ല വ്യൂ ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള കുറേ റിസോർട്ടുകളും കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ ആയിട്ട് നല്ല രസമാട്ടോ ഈ വഴി കൂടെ പോകാനായിട്ട്. അടിപൊളി അടിപൊളി. നമുക്ക് പച്ചപ്പും ഹരിതാപവും കാണണമെങ്കിൽ എല്ലാരും ഇതിൽ വരണം. വളിപ്പടിച്ചെന്ന് പറഞ്ഞ് കമന്റ് വന്നിട്ട് എന്നെ ഒന്നും പറയരുത്. സച്ചു വന്നപ്പോ തൊട്ട് തീറ്റിയാണ് സച്ചു. അയ്യോ പപ്പാനെ ആരും കണ്ടില്ല എന്ന് പറഞ്ഞില്ല. പപ്പായ കുറേ പേര് പറയാനുണ്ട് പപ്പായെ കണ്ടിട്ടില്ല. ഇതാണ് കേട്ടോ പപ്പ ക്യാമറയുടെ മുന്നേ അധികം വരാത്തതാണ് കേട്ടോ. എല്ലാരും ചോദിക്കാറുണ്ട് പപ്പ എവിടാണ്, പപ്പ നാട്ടിലാണോ? പപ്പ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. പപ്പ പക്ഷെ വീഡിയോയുടെ ഫ്രണ്ടിൽ വരത്തില്ല, അതാണ് പ്രശ്നം. ശരിക്കും ഇങ്ങനെ ഈ ബോട്ടിൽ പോകുമ്പോൾ നല്ല രസമാണ് കേട്ടോ. കാരണം നമ്മളിപ്പോൾ ശരിക്കും ഉച്ച സമയത്താട്ടോ ഈ പോകുന്നത്. പക്ഷെ നല്ല തണുപ്പുണ്ട്. ചെറുതായിട്ട് ഇപ്പോൾ ഒരു ചാറ്റൽ മഴയൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ മഞ്ഞ് പെയ്യും. ചിപ്സ് ഉണ്ട്, ചക്കവർത്ത ഉണ്ട്. അതൊക്കെ നല്ല അടിപൊളി നല്ലൊരു ഫീലാണ് കേട്ടോ. പൊടിമഴ ഞങ്ങളിങ്ങനെ ആസ്വദിച്ചുകൊണ്ട് ഇപ്പോൾ മഴയുടെ ശക്തി കൂടിക്കൂടി വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മിക്കത് പണി കിട്ടുമോ എന്നറിയില്ല. പണി എനിക്കായിരിക്കും കിട്ടുന്നത്. ഇവിടെ വേറൊരാളുണ്ട് കേട്ടോ. ആൾക്ക് ഭയങ്കര ജാടയാണ്. ആള് നമ്മൾ അന്നൊരു വീഡിയോയിൽ വന്ന് തലയൊക്കെ കാണിച്ചിട്ട് ഇനി എല്ലാ വീഡിയോയിലും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു പോയിട്ട് പരിസരത്ത് കണ്ടിട്ടില്ലേ. ഇപ്പൊ പോവാനായി. ഇനിയിപ്പോ എപ്പോഴാ പോണേ? നാളെ മറ്റന്നാള് തിരിച്ചു പോവുക. ഇനിയിപ്പോ എപ്പോഴാ ചേമ്പ വരുന്നത്?
അടുത്ത കൊല്ലം വരാം. ഇനി അടുത്ത കൊല്ലം സേബായി കാണാൻ കല്യാണം കെട്ടിക്കണില്ല. അച്ഛൻ നമ്മള് വെറുതെ പറ്റിച്ച് അച്ഛനെ കെട്ടിക്കണില്ല. അച്ഛൻ കല്യാണം നടക്കുന്നത്. അച്ഛന് ഏപ്രിൽ അല്ലായിരുന്നു അല്ലേ പെണ്ണാണാൻ വന്നത്? അല്ല മാർച്ചാണ്. ഷോ മാർച്ച് 1. അത് ഏപ്രിലൊന്നും നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പൊ പിന്നെന്താ ഒരു ചിപ്സ് പാക്കറ്റ് മുഴുവൻ തീർത്ത്. ഇപ്പൊ ചക്കവറുത്തന്റെ പാക്കറ്റ് പകുതി കാലിയായിട്ട്. ഉമ്മച്ചി ഇവിടെ ഉണ്ട് കേട്ടോ. ഉമ്മച്ചിക്ക് ഇടയ്ക്കിടയ്ക്ക് ടെൻഷനാണ്. എന്തെന്നില്ലാത്ത ടെൻഷനാ, ഒരിക്കലും തീരാത്ത ടെൻഷനാണ്. മഴ പോയല്ലേ? അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം എൻജോയ് ചെയ്ത് 1.5 വർഷത്തിന് ശേഷം കുളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഞാൻ കുളിക്കത്തില്ല എന്ന് ഉറപ്പിച്ച ഒരാൾ മൂടി കെട്ടിയിരിപ്പുണ്ട്. ഞാൻ രാവിലെ നല്ല അന്തസ്സായിട്ട് കുളിച്ചിട്ടൊക്കെ വന്നേക്കാണ്. ഉടുപ്പ് വരെ തേച്ചതിന്റെ വീഡിയോ. അങ്ങനെ വീട്ടിൽ കറണ്ട് ഉണ്ടായില്ല. കാരണം അതിന് ഞാൻ ഇവളുടെ വീട്ടിൽ പോയിട്ടാട്ടോ ഡ്രസ്സൊക്കെ തേച്ചത്. ഞാൻ ഉടനെ ഒരു ചാനൽ തുടങ്ങുന്നുണ്ട്. സുലൂര് ട്രോളാണ് കേട്ടോ. എല്ലാവരും ലൈക്ക് ചെയ്യണം. നിന്റെ വീഡിയോസ് ഇവളെ എനിക്കിട്ട് പടയുന്നതിന് ഇവളുടെ വീഡിയോസ് ഞാൻ എടുത്ത് പോസ്റ്റ് ചെയ്യും. ചാനൽ തുടങ്ങിയിട്ട് ഉക്രൈനിയൻ വിശേഷങ്ങളൊക്കെ കാണിക്കും. ആക്ച്വലി നമ്മുടെ ഫാമിലിയിൽ ഒരാളും കൂടെ ഉണ്ട്. ആരാണ്? ആളവിടെ ഭയങ്കര ആകെയുള്ള ഒരു ആൺതരിയാണ് നമ്മുടെ ഈ ഫാമിലിയിലെ ഏക ആൺതരി. എന്ന് പറയാൻ പറ്റില്ല. അയ്യോ ഉണ്ട്, 2 പേര്. മാമാടെ മക്കള് 2 ഉണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾ 4 പേരില് ഒരാൺതരിയേ ഉള്ളൂ. അതാണിത്. അയ്യോ മഴ കൂടി എന്റെ ക്യാമറ നനയുണ്ടാ. എന്നാ മതി ഓഫാക്കി. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് വരാട്ടോ. നല്ല മഴ. ഒരു അടിപൊളി ഫോട്ടോഷൂട്ട് അടക്കാണ് ഹണിമൂൺ കപ്പിൾസിന്റെ. എൻജോയിങ് ദ വൈബാണ്. പൊളി വൈബാണ് കേട്ടോ. നമ്മള് മഴയൊക്കെ മാറി പിന്നെയും കാലാവസ്ഥ നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു നല്ലൊരു തണുപ്പുണ്ട്. പക്ഷെ ഇത് നട്ടുച്ചയാണ് കേട്ടോ. ഞങ്ങൾ നിൽക്കുന്നത് ഒരു 12 മണി 1 മണി എന്തോ ആണ്. ഇവ ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാണ് കേട്ടോ. ഇഷ്ടായി ഇവ. എവിടെ? പ്ലെയിനില്ല. നമ്മുടെ പിറകിൽ കാണുന്ന ഈ ഒരു ബ്രിഡ്ജ് ഒക്കെ കണ്ടോ? ബ്രിഡ്ജ് എവിടെ? അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. ആ ഒരു ബ്രിഡ്ജ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ബ്രിഡ്ജാണ്. കുറെ സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മൈ ബോസ്, അതുപോലെ സൗണ്ട് തോമ, ആ ഫിലിമിലൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ബ്രിഡ്ജ്. ചർച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഏതെങ്കിലുമൊക്കെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും കേട്ടോ ചർച്ച്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹൗസ് ബോട്ടോ അങ്ങനെ എന്തെങ്കിലും ബോട്ടിംഗ് സർവീസിനൊക്കെ പോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തേക്കാണ്. നിങ്ങൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് അതിൻ്റെ എന്താ പറയുക നല്ല റേറ്റ് കുറവാട്ടോ. ഇപ്പം എന്തായാലും ഈ ഒരു സിറ്റുവേഷനൊക്കെയാണ് നല്ല ചീപ്പ് റേറ്റിലൊക്കെ നമുക്ക് എന്തായാലും ബോട്ടിങ്ങിലൊക്കെ പോയി നല്ല അടിച്ചു വിളിക്കാൻ പറ്റുമേ. എന്തുവാടോ നമ്മളിതാ ഇപ്പോൾ ഉള്ളത് കൈനഗിരി ഹൗസ് ബോട്ട് ടെർമിനലിന്റെ അടുത്താണ്ടോ. നമ്മളിവിടെ മുന്നേ വന്നിട്ടുണ്ട് കേട്ടോ. ഞാനും അഫിയും കൂടെ പണ്ട് വന്നിട്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. പോളി സ്ഥലമുണ്ട്. കുറേ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ലൊക്കേഷൻ ആണ് കേട്ടോ ഈ പറയെ കാണുന്നത്. ഈ സ്ഥലത്തിന്റെ വൈബിനെ പറ്റി പറഞ്ഞാൽ എൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്ത വൈബാണ്. പൊളി സ്ഥലമാണ്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ചുറ്റിനും ഇങ്ങനെ കായലിന്റെ നടുക്കൊരു കുഞ്ഞൊരു സ്ഥലത്താണ് നമ്മൾ നിൽക്കണേ. അന്ന് ഞങ്ങൾ വന്നപ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടി ഭംഗിയുണ്ടായിരുന്നു. കാരണം ഇവിടുത്തെ ഈ കമ്പിയൊക്കെ കുറച്ച് തുരുമ്പടിച്ച പോലെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ കുറേ നാളായിട്ടായിരിക്കാം. അന്ന് വന്നപ്പോൾ എല്ലാം ഭയങ്കര ഭംഗിക്ക് നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. എനിക്കിപ്പോൾ ഇവിടെ വന്നപ്പോൾ അഫിയെ ശരിക്കും ഭയങ്കരമായിട്ട് മിസ് ചെയ്യണ്ട കേട്ടോ. കാരണം ഞങ്ങൾ അന്ന് വന്നപ്പോൾ അഫിയുടെ കൂടെ ഞാനും അഫിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇവിടെ വന്നപ്പോഴേ എന്തൊക്കെയോ ചെറുതായിട്ടൊരു വിഷമം പോലെ. ഇവിടെ നല്ല രസം കേട്ടോ ഇങ്ങനെ വന്നിരിക്കാനായിട്ട്. അഫിയുടെ വന്നപ്പോൾ അഫിയെ ഇവിടെ ഒന്നും ഇരുത്തിയിട്ടില്ല. അഫിയാണെങ്കിൽ ഭയങ്കര പേടിത്തൊണ്ടനാണ്. നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നല്ലാണ്ട് വെള്ളത്തിലിറക്കൂല, കടലിലിറക്കൂല. അപ്പൊ ഇപ്പൊ കാണി വീഡിയോ കണ്ടാൽ എന്നെ വിളിച്ച് നല്ല രീതിയിൽ ചീത്ത പറയുന്ന ഉറപ്പാണ്. പക്ഷെ നല്ല രസമായിട്ട് ഇങ്ങനെ വെള്ളത്തിൽ വന്നിട്ട് ഈ നടുക്ക് വന്നിങ്ങനെ ഇരിക്കാനായിട്ട്. എൻ്റെ പൊന്നു, എനിക്ക് സ്ഥലത്തിനെ പറ്റി പറയുമ്പോൾ ഭയങ്കര 100 നാവാണ് കേട്ടോ. അത്ര പൊളി സ്ഥലം കേട്ടോ ഇത്.
ഒരാളിവിടെ എന്റെ ക്യാമറയുടെ മുന്നിൽ എപ്പോഴും ഒളിച്ചൊളിച്ച് പോകട്ടെ. ആളെ ഞാൻ പിടിച്ചിട്ടുണ്ട്. എപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വന്നാലും ഒളിച്ചൊളിച്ച് പോകട്ടെ. എന്റെ ഉമ്മച്ചിയുടെ ഒരേ ഒരു അനിയത്തിയാണ് കേട്ടോ. അതായത് എന്റെ സ്വന്തം ഉമ്മച്ചി എന്റെ ഓരോ ഉമ്മച്ചി അല്ലല്ല, ഇത് എന്റെ ഉമ്മച്ചി. ആള് ഭയങ്കര സപ്പോർട്ട് ആണ്. പക്ഷെ നമ്മുടെ വീഡിയോയിൽ വരത്തില്ല കേട്ടോ. വീഡിയോ എടുക്കണ കാണുമ്പോൾ അല്ലെ ഫോട്ടോ എടുക്കണ കാണുമ്പോൾ ക്യാമറ ഉണ്ടാ തന്നെ ഓടി രക്ഷയോടെ. അലാംജിയുടെ പേര് പറഞ്ഞു കൊടുക്ക്. അലാംജിയുടെ പേര് നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടാവില്ല. എന്റെ പേര് സൽദാന. ഭയങ്കര വെറൈറ്റി നെയിം ആട്ടോ ലാലാംജിയുടെ. ഞാൻ ലാലാംജി നാട്ടെ വിളിക്കണം. അതെന്താണെന്ന് ചോദിക്കില്ല, അത് ഞാൻ അങ്ങനെ ഉണ്ടാക്കി. അതിന്റെ കഥയൊക്കെ പറഞ്ഞത് ഒരുപാടുണ്ട്. അപ്പൊ ഞങ്ങള് ഇവിടെ കൈനഗിരിയിൽ വന്ന് ഇവിടുത്തെ ഈ ഒരു വൈബൊക്കെ എൻജോയ് ചെയ്യാണ്. അപ്പൊ ഇനി ഞങ്ങള് നേരെ തിരിച്ചു പോകട്ടെ. ഇനിയിപ്പോ കഴിഞ്ഞു, കുറെ ആയി ഇവിടം വരെയൊക്കെ വന്നു. ഇനി വേറെ പരിപാടിയൊന്നും ഇല്ല. ഇനിയിപ്പോ കറങ്ങി തിരിച്ച് ഈ ബോട്ടിൽ തന്നെ തിരിച്ച് വീടെത്തുക. വിളക്കുതിക്കിലെ ചെണ്ടെങ്കിൽ കരിക്കു പൊന്തിയ നേരത്തെ ഉരിക്കുന്നയ്യേ നിന്നോടെ തോട്ടി മുറുക്കി തുപ്പിയതാരാണ് മുറുക്കി തുപ്പിയതാരാണ് മുറുക്കി തുപ്പിയതാരാണ് മുറുക്കി തുപ്പിയതാരാണ് മുറുക്കി തുപ്പിയതാരാണ്. ഇവിടെ കൂടെ ഇപ്പൊ ഒരു ബോട്ട് പോയാണ്, ഒരു പാസഞ്ചർ ബോട്ട് പോയിട്ടുണ്ടായിരുന്നേ. അപ്പൊ അതിന്റെ ആണ് നമ്മുടെ ബോട്ട് ഇങ്ങനെ ആകെ മൊത്തം ആടി വലയാണ്. ശരിക്കും പറഞ്ഞാൽ പേടി വരുന്നുണ്ട്. പക്ഷെ കുഴപ്പമൊന്നുമില്ല. ഈ ബോട്ടിന്റെ പോയതിന്റെ ആ ഒരു ഓളം ഇങ്ങനെ അടിക്കുന്ന കേട്ടാ, നല്ല രസമുണ്ട്. ഞങ്ങളിതാ ഇങ്ങനെ ആടി ഇരിക്കുക. ഞങ്ങൾ തിരിച്ചെത്തി കേട്ടോ. കിടിലൻ ട്രിപ്പായിരുന്നു കേട്ടോ. കിടിലൻ എന്ന് പറഞ്ഞാൽ അടിപൊളി തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെ ബോട്ടിങ്ങിന് പോകാനായിട്ടൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ടൈമിൽ നമ്മളെല്ലാവരും വീട്ടിലിങ്ങനെ എന്താ പറയുക കുറേ നാളായിട്ട് അടങ്ങിയിരിക്കുകയായിരുന്നു. സോ അങ്ങനെയൊക്കെ പോകാനായിട്ടൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുക്കാം. പപ്പാടെ നമ്പർ ആണ്. പപ്പയെ കോൺടാക്ട് ചെയ്താൽ മതി. ഈ ഹൗസ് ബോട്ട്, ഷിക്കാരി ബോട്ട്, അങ്ങനെ ഏത് ബോട്ടിൻ്റെ വേണമെങ്കിലും നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കാനും അതുപോലെ കിടിലൻ ട്രിപ്സൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. പിന്നെ ടാക്സി സർവീസ്, നമുക്ക് പാക്കേജ് ട്രിപ്പ്, അങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണമെങ്കിലും ഞാൻ താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോ കേട്ടോ. അപ്പോൾ ശരി. വിളക്കുതിക്കിലെ കരിക്കു പൊന്തിയ ഉരിക്കുന്നയ്യേ മുറുക്കി തുപ്പിയ വിളക്കുതിക്കിലെ കരിക്കു പൊന്തിയ ഉരിക്കുന്നയ്യേ മുറുക്കി തുപ്പിയതാരാണ്.